ഇനിയും ഒരു ഉരുൾപൊട്ടൽ വളരെ വേഗത്തിൽ ഒരുപക്ഷെ സംഭവിച്ചേക്കാം. ഏറ്റവും അധികം ജാഗ്രത പാലിക്കേണ്ടത് മറ്റാരുമല്ല, രക്ഷാപ്രവർത്തകരും ഒപ്പം ഈ കാഴ്ച കാണാനെത്തുന്നവരെന്ന പേരിൽ ഈ മേഖലയിലേക്ക് എത്തിച്ചേരുന്നവരും. ദുരന്ത സ്ഥലത്തേക്ക് അനാവശ്യ യാത്രകൾ ഇനി നടത്തിക്കഴിഞ്ഞാൽ, രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിച്ചാൽ അതിനെതിരെ കർശനമായ നടപടി സ്വീകരിക്കാനും മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് മുന്നറിയിപ്പ് ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, ഓരോരുത്തരുടെയും ജീവൻ അപകടത്തിലാണ്. രക്ഷാപ്രവർത്തനം നടത്തുന്നത് പോലും അപകടത്തിൽ ചവിട്ടിക്കൊണ്ടാണ്. ഇനിയൊരു ഉരുൾപൊട്ടൽ ഉണ്ടായാലുണ്ടാകുന്ന പ്രത്യാഘാതം അത് വളരെ വലുതായിരിക്കും. ഇതിൽ നിന്നും കരകയറാൻ പോയിട്ട് രക്ഷാപ്രവർത്തനം പൂർണ്ണമാക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ മറ്റൊരു അപകടത്തെ കൂടി നേരിടാൻ കേരളത്തിന് സാധിക്കില്ല. ദുരന്ത ഭൂമിയായി തന്നെയാണ് വയനാട് മാറിയിരിക്കുന്നത്. വേദനയായി വയനാട് നിലനിൽക്കുന്നു. മുണ്ടക്കൈ മേഖലയിൽ നിന്നും ഇനിയും ഒരുപാട് മൃതദേഹങ്ങളാണ് കണ്ടെത്താനായിട്ടുള്ളത്. ആ സാഹചര്യത്തിലാണ് ഉരുൾപൊട്ടൽ സാധ്യത കൂടി മുന്നിൽ കാണണമെന്ന് മുന്നറിയിപ്പ് നൽകുന്നത്. ഇനി ഇവിടം കാഴ്ച കാണാനായി എത്തുന്നവരും രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരും പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്നാണ് PV അൻവർ MLA പറഞ്ഞിരിക്കുന്നത്. നമുക്ക് മുൻകൂട്ടി അനുഭവമുള്ള ഒന്ന് തന്നെയാണ് ഉരുൾപൊട്ടൽ. അതിൻ്റെ വ്യാപ്തി, അതിൻ്റെ ആഘാതം, അത് നൽകുന്ന വേദന അത് നന്നായി അറിയാവുന്നവരാണ് മലയാളികൾ. നാം നിൽക്കുന്ന ഈ പ്രദേശത്ത് ഒരു സെക്കൻഡ് കൊണ്ട് കിലോമീറ്റർ കണക്കിന് വേഗതയിൽ വെള്ളം കുതിച്ചു കയറുന്ന അവസ്ഥയുണ്ടാകും. ഒന്നിനും കഴിയാത്ത ഒരു സാഹചര്യം. രക്ഷപ്പെടണമെന്ന് മനസ്സിൽ ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ എല്ലാം നാമാവശേഷമാകും. കാലാവസ്ഥ വീണ്ടും മോശമായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇനിയും ഉരുൾപൊട്ടൽ പ്രതീക്ഷിക്കാം. അതിനാൽ കാഴ്ചകൾ കാണാനായി പുഴക്കരയിൽ നിൽക്കുന്നവർ സുരക്ഷിതമായ സ്ഥലത്താണെന്ന് ഒരു കാരണവശാലും വിചാരിക്കരുത്. നിങ്ങളാണ് അപകടത്തിൽ. കാഴ്ച കാണാനും അല്ലാതെയുമൊക്കെ ദുരന്ത ഭാഗത്തേക്ക് എത്തുന്നവർ, ഡെസ്ക് പ്രവർത്തനത്തിനുള്ളവർ, രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയവർ ഒക്കെ തന്നെ പ്രത്യേകമായി ശ്രദ്ധിക്കണം. മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ള പുഴയോടും തോടിനോടും മലയോടും ചേർന്ന് താമസിക്കുന്നവരൊക്കെ തന്നെ മാറി താമസിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനി മുഖ്യമന്ത്രി പിണറായി വിജയൻ ശക്തമായ നിർദ്ദേശം ഇക്കാര്യത്തിൽ നൽകിയിട്ടുണ്ട്. വയനാട്ടിൽ അപകടമുണ്ടായ മേഖലകളിലേക്ക് അനാവശ്യമായി യാത്ര നടത്തരുത് എന്നുള്ള താക്കീതാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. പറഞ്ഞറിയിക്കാനാവാത്തത്രയും തീവ്രമായ ഒരു ദുരന്ത മുഖത്താണ് നമ്മുടെ നാട് ഇപ്പോൾ നിൽക്കുന്നത്. ഓരോ നിമിഷവും കടന്നു പോകുന്നത്. രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ നാട് മുഴുവൻ. ഈ സമയത്ത് രക്ഷാപ്രവർത്തനത്തിന് വിലങ്ങുതടിയായി, അതിന് തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിൽ ദുരന്ത മേഖലയിൽ കാഴ്ചക്കാരായി നിൽക്കുന്ന ഒരു പ്രവണത ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കില്ല. അത് പൂർണ്ണമായും ഒഴിവാക്കണമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. വിവരമറിഞ്ഞ് നിരവധി ആളുകളാണ് വയനാട്ടിലേക്ക് യാത്ര തിരിക്കുന്നത്. രക്ഷാപ്രവർത്തകർക്കും ആരോഗ്യ പ്രവർത്തകർക്കും യാത്ര ചെയ്യാനുള്ള സൗകര്യം ഇതിലൂടെ തടസ്സപ്പെടുകയാണ്. ദുരന്ത മേഖലയിൽ അനാവശ്യമായി വാഹനങ്ങൾ പോകരുത്. അത് കർശനമായി ഒഴിവാക്കുക. അതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും നൽകുന്നതല്ല. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരവും ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. 120-ലധികം ആളുകൾ മരണപ്പെട്ടു എന്നുള്ള വിവരമാണ് കിട്ടുന്നത്. രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടയിൽ വീണ്ടും ഒരു ചെറിയ രീതിയിലുള്ള ഉരുൾപൊട്ടൽ സംഭവിച്ചതായിട്ടുള്ള സംശയവും പങ്കുവയ്ക്കുന്നുണ്ട്. മുണ്ടക്കൈ പുഴയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായതോടെയാണ് വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കാമെന്നുള്ള സംശയം ബലപ്പെട്ടത്. രക്ഷാപ്രവർത്തനത്തെ വലിയ തോതിൽ ഇത് പ്രതിസന്ധിയിലാക്കിയിരുന്നു. രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി സൈന്യത്തിന്റെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് വയനാട്ടിലെത്തി കൃത്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഉരുൾപൊട്ടലിൽ തകർന്ന പാലം അത് പുനർനിർമ്മിക്കാനായി താൽക്കാലിക പാലം, ബദൽ സംവിധാനം അടക്കമുള്ള കാര്യങ്ങൾ സൈന്യം സജ്ജീകരിച്ചിട്ടുണ്ട്. പുലർച്ചെ 2 മണിയോടെയാണ് മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടലുണ്ടായത്. പുഴയുടെ ഇരുകരകളിലും വീടുകളുണ്ടായിരുന്നു. ആ ഭാഗത്തുള്ള വീടൊക്കെ തന്നെ പൂർണ്ണമായും ഒലിച്ചുപോയി. രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നതും മഴ തന്നെയാണ്. വലിയ വെല്ലുവിളിയാണ് ഈ സാഹചര്യത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്.